ഞങ്ങളിതിന് വ്യക്തിപരമായിട്ടല്ല കാണുന്നത്. ഞങ്ങൾ CPIM കേരളം പോലെയുള്ളൊരു വൈവിധ്യമാർന്ന സാമൂഹിക സാംസ്കാരിക ജീവിത പശ്ചാത്തലത്തിൽ എല്ലാവരും ചേർന്ന് ജാതി മത വിഭാഗങ്ങളെല്ലാം ചേർന്ന് എല്ലാം ഉള്ളതാണ് നാട്ടിൽ. അവരെല്ലാം ചേർന്ന് ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നന്നാകുക. വർഗീയതയ്ക്കെതിരായും രാജ്യം അഭിമുഖീകരിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ശ്രമത്തിൽ ഇവരുടെയെല്ലാം ഐക്യം എങ്ങനെയാണ് രൂപം കൊണ്ട് വരുന്നത് എന്ന കാര്യം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനാവുള്ളൂ. പ്രാഥമികമായിട്ട് വിശകലനം ചെയ്താൽ എല്ലാ സാമുദായിക വിഭാഗങ്ങളും മതവിഭാഗങ്ങളും എല്ലാം ഐക്യപ്പെട്ട് സാഹോദര്യത്തോടെ മുന്നോട്ടേക്ക് പോവുകയാണ് വേണ്ടത്. സംഘർഷാത്മകമായ ഒരു സാഹചര്യമല്ല ഉണ്ടാവേണ്ടത് എന്ന് തന്നെയാണ് CPIM കാണുന്നത്. പ്രതിപക്ഷാവ് പറയുന്നത് പക്ഷേ ഇത് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. ആ വർഗീയതയ്ക്കെതിരെയുള്ള വ്യക്തിപരമല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. വ്യക്തിപരമൊന്നുമല്ല, ഞാൻ ഉറപ്പിച്ച് പറയുന്നത് നസ്രാണി വരെയുള്ള ഒരു ഐക്യമെന്നാണ്. പക്ഷെ ആ ഇതിൽ മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള ഐക്യം ശരിയാണോ? ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ട് വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. അത് സ്വാഭാവികമായിട്ടും വരട്ടെ. പക്ഷേ ഐക്യം ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് ഞാൻ പൊതുവെ പറഞ്ഞത്. പക്ഷേ ഈ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരും. അങ്ങനെ ആ പോരാട്ടത്തിൽ മരിച്ചു വീണാൽ വീരാളിപ്പെട്ട് പൊതിച്ച് കിടക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്നുകൊണ്ടാണല്ലോ ഈ വീരാളിപ്പെട്ട് പോകേണ്ടത്. അതിന് ഇതുവരെ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. RSSകാരൻ്റെ മുമ്പിൽ പോയിട്ട് വഴങ്ങി എന്നുള്ളതിനും മറുപടി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്നതിനെ അത് ഇനിയും തുടരും എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് വർഗീയതയ്ക്കെതിരായ പോരാട്ടം? വർഗീയതയുടെ ഒപ്പമാണ്. അത് RSS ആയാലും BJP ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും അതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടാണ് AK ബാലൻ ഇപ്പം പ്രതികരിച്ചപ്പം കുറച്ച് മുമ്പ് പറഞ്ഞത് AK ബാലന്റെ പ്രതികരണത്തിന് ഞാനിവിടെ പറയാൻ പോകുന്നു. അല്ലെങ്കിൽ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ മാറാടും തലശ്ശേരിയും പറയുന്നതാണ്. ഇത് CPMന്റെയും കൂടെ നിലപാടാണ്. ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ പാർട്ടി നിലപാട്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂട്ടിക്കൊണ്ടുപോവുകയാണ്.